സിനിമയിൽ കല പോയി ആർട്ട് എന്ന രീതിയിലുള്ള സീരിയസ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഇപ്പൊ ഇല്ല. ഇപ്പൊ അമൃത് പറഞ്ഞതുപോലെ ഇപ്പൊ അവര് മുടക്കുന്ന പണം അവർക്ക് തിരിച്ചു കിട്ടണമെന്നുള്ളൊരു വാശി ബിസിനസ് ആവുമ്പോൾ ഉണ്ടാവും. പക്ഷെ അതിനുവേണ്ടി അവർ ഉപയോഗിക്കുന്ന ഈ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ, അത് ഇപ്പൊ ഈ എമ്പുരാൻ സിനിമ ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ട് ഒരു നെഗറ്റീവ് ഷോക്ക് മാർക്കറ്റിംഗ് എന്നാണ് ഇപ്പൊ ഉദ്ദേശിച്ചത്. അതായത് നെഗറ്റീവായിട്ട് ഇതിനെ കൊണ്ടുവരികയും പിന്നീട് അതിനുള്ളിൽ കണ്ടന്റ് കോൺട്രവേഴ്ഷ്യൽ ആക്കി വെക്കുകയും പിന്നെ ഇതെല്ലാം കളക്റ്റീവ്ലി എല്ലാവരും കൂടി ഇതിനെ സബ്ജക്റ്റിനെ ഡിസ്കസ് ചെയ്യും. അതിൽ പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ട്, സിനിമ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരുണ്ട്. അപ്പൊ ഇതെല്ലാം പ്ലാൻഡ് ആയിട്ട് അവർ ഓരോരോ ഡിസ്കഷൻസ് വെച്ചിട്ട് ഈ സൈക്കോളജിക്കലായിട്ട് പ്രേക്ഷകന്റെ മനസ്സിൽ ഈ സിനിമയിൽ എന്തോ ഉണ്ട് എന്ന് ഉണ്ടാക്കി തീർത്തിട്ട് മിനിമം ഡേയ്സിനുള്ളിൽ മാക്സിമം ആളുകളെ കൊണ്ട് വിജയിപ്പിക്കുക എന്നുള്ള ഒരു ഷോക്ക് മാർക്കറ്റിംഗ് എന്നാണ് പറയുന്നത്. അത് നല്ലതല്ല. ഷോക്ക് മാർക്കറ്റിംഗ് അതൊരു പുതിയ വേർഡ് ഇപ്പൊ പറയുന്നതാണ്. അതായത് ഈ നെഗറ്റീവ് ആണ് ഇത് ഉള്ളത് മൂവിയുടെ അകത്ത്, പക്ഷെ അതിനകത്ത് എന്തോ ഉണ്ട് എന്ന് മനുഷ്യ മനസ്സുകളെ കൊണ്ട് എത്തിക്കുകയും അപ്പൊ അത് കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി അവർക്ക് വരികയും പിന്നെ ഇതിൽ പല മേഖലകളിലും ഇത് ഡിസ്കസ് ചെയ്യുകയും ചർച്ച ചെയ്യപ്പെടും. ഇപ്പൊ നമ്മുടെ നിയമസഭയിൽ ചർച്ച ചെയ്തു, മിനിസ്റ്റേഴ്സ് പാർലമെന്റിൽ ഇതിനെപ്പറ്റി ഡിബേറ്റ് വന്നു. അപ്പൊ ദിവസം ചാനൽ ചർച്ചകളാണ്. അപ്പൊ ഇതെന്താണ് ഇതിൽ ഇനി ഞാൻ കണ്ടില്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ആളുകളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന രീതിയിൽ വരെ മാർക്കറ്റിംഗ് ചെയ്തിട്ട് സിനിമ ആളുകളെ കൊണ്ട് കാണിപ്പിച്ച് അതിന് മാക്സിമം റവന്യൂ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് ഇൻഡസ്ട്രിയെ കുറ്റം പറഞ്ഞിട്ടും കാര്യമല്ല. കാര്യം അവർ നിൽക്കുന്ന ഒരു സ്റ്റേജ് എന്ന് പറയുന്നാല് ഇപ്പൊ പൈസ ഉണ്ടെങ്കിലേ അടുത്ത മൂവി അവർക്ക് എടുക്കാൻ പറ്റും. നിലനിൽപ്പിന്റെയും കൂടെ ആവശ്യം ഇതിലുണ്ട്. അപ്പൊ അതിനുവേണ്ടി ഏത് രീതിയിലുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉപയോഗിക്കുക എന്നുള്ളത് സൊസൈറ്റിയെ കബളിപ്പിക്കുന്ന ഒരു രീതിയെന്ന് എനിക്ക് തോന്നുന്നു.